മധ്യപൂർവേഷ്യയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഇറാനിലെ അതിശക്തരായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട പുതിയ പ്രസ്താവന അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് വിദേശ സൈനിക ശക്തികളെ പൂർണ്ണമായി പുറത്താക്കുന്നതുവരെയും ഇസ്രയേൽ എന്ന സയനിസ്റ്റ് ഭരണകൂടം പൂർണ്ണമായി ഇല്ലാതാകുന്നതുവരെയും തങ്ങളുടെ പോരാട്ടം തുടരുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേഖലയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കുന്നതാണ് ഈ കടുത്ത നിലപാട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഈ വേളയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും അതിന്റെ സഖ്യകക്ഷികൾക്കും നേർക്കുള്ള വ്യക്തമായ വെല്ലുവിളിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. സമീപകാലത്തുണ്ടായ സൈനികവും നയതന്ത്രപരവുമായ നീക്കങ്ങൾ ഇറാനെ കൂടുതൽ ശക്തമായ പദവിയിലേക്ക് ഉയർത്തിയെന്നാണ് ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. ശത്രുക്കളുടെ എല്ലാത്തരം ഉപരോധങ്ങളെയും സൈനിക സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായാണ് ടെഹ്റാൻ കാണുന്നത്. ഈ പുതിയ സാഹചര്യങ്ങൾ തങ്ങളുടെ എതിരാളികൾക്ക് മേൽ പുതിയ യാഥാർത്ഥ്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സഹായിച്ചുവെന്നും അത് ഇറാന്റെ പ്രാദേശികമായ മേധാവിത്വം കൂടുതൽ ദൃഢമാക്കിയെന്നും പ്രസ്താവന അടിവരയിടുന്നുണ്ട്. ഇറാൻ എന്ന രാഷ്ട്രവും അതിന്റെ സായുധ സേനയും ചേർന്ന് രൂപപ്പെടുത്തിയ പുതിയ നിയമങ്ങൾ അംഗീകരിക്കാൻ ശത്രുക്കൾ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണെന്ന് IRGC അവകാശപ്പെടുന്നു. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നും പ്രതിരോധ തന്ത്രങ്ങളിൽ നിന്നും മാറി മേഖലയിൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പുതിയ യുദ്ധ സാഹചര്യങ്ങളാണ് ഇറാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പുതിയ നിയമങ്ങൾ പാശ്ചാത്യ ശക്തികളുടെയും ഇസ്രായേലിന്റെയും സുരക്ഷാ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തെറ്റിക്കുന്നതാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ നിലപാടുകളാണ് ഇതിൽ ഏറ്റവും നിർണായകം. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ കടൽപാതയിലൂടെയുള്ള എണ്ണക്കടത്തിനെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നത് ഇറാൻ പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ പുതിയ സുരക്ഷാ സമവാക്യങ്ങൾ തങ്ങൾ എഴുതിയതാണെന്നും അത് ലംഘിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു ശക്തിക്കും സാധിക്കില്ലെന്നുമാണ് പ്രസ്താവനയിലൂടെ ഇറാൻ ഓർമ്മിപ്പിക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം തിരിച്ചെത്തിയതോടെ ഇറാനു മേലുള്ള സാമ്പത്തിക സൈനിക സമ്മർദ്ദം വർദ്ധിക്കുമെന്ന സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ട്രംപിന്റെ മുൻകാലത്തെ പരമാവധി സമ്മർദ്ദ നയത്തെ അതിജീവിച്ചതുപോലെ ഇനിയും ഉണ്ടാകാനിടയുള്ള ഏത് നീക്കത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. മേഖലയിലെ ഇറാന്റെ സൈനിക കൂട്ടായ്മയായ പ്രതിരോധ നിര കൂടുതൽ സജീവമായി രംഗത്തുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇതോടൊപ്പമുണ്ട്. ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, സിറിയയിലെയും ഇറാഖിലെയും വിവിധ ഷിയ സായുധ ഗ്രൂപ്പുകൾ എന്നിവരടങ്ങുന്ന ഈ സഖ്യം ഒരൊറ്റ ലക്ഷ്യത്തിനായി ഒന്നിച്ചു നീങ്ങുമെന്നാണ് പ്രഖ്യാപനം. വിദേശ അധിനിവേശ ശക്തികളെ പശ്ചിമേഷ്യയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നത് ഈ കൂട്ടായ്മയുടെ പ്രധാന അജണ്ടയായി തുടരും. ഇസ്രയേലുമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവനയ്ക്ക് പ്രാധാന്യമേറുകയാണ്. ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഇറാൻ ആവിഷ്കരിക്കുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഡ്രോൺ നിർമ്മാണത്തിലും കൈവരിച്ച അസാധാരണമായ പുരോഗതി ഇസ്രയേലിനു മേൽ ആധിപത്യം സ്ഥാപിക്കാൻ തങ്ങളെ സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്നു. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ തുനിയുന്നവർക്ക് കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന താക്കീതാണിത്. കഴിഞ്ഞ കുറച്ചു കാലമായി മേഖലയിലുണ്ടായ സൈനിക വികാസങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും പ്രതിരോധ നിരയെ തകർക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യം മിഡിൽ ഈസ്റ്റിലെ ശക്തി ബാലൻസ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇറാന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സൈനിക സാന്നിധ്യം അന്താരാഷ്ട്ര സമൂഹത്തെ എപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഈ പാതയിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. ഈ തന്ത്രപ്രധാനമായ പദവി ഉപയോഗിച്ച് പാശ്ചാത്യ ശക്തികളെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാന്റെ ശ്രമം. തങ്ങളെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ ആഗോള വിപണിയെ തന്നെ നിശ്ചലമാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഇറാന്റെ ഈ കടുത്ത നിലപാട് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. ചർച്ചകളിലൂടെയോ വിട്ടുവീഴ്ചകളിലൂടെയോ ഉള്ള ഒരു പരിഹാരത്തിന് ഇറാൻ താല്പര്യപ്പെടുന്നില്ലെന്നാണ് പ്രസ്താവനയുടെ ഉള്ളടക്കം വ്യക്തമാക്കുന്നത്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ സൈനികമായ പോരാട്ടപാതയിൽ തന്നെ മുന്നോട്ടു പോകാനാണ് ഗാർഡ് കോർപ്സിന്റെ തീരുമാനം. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ,
മിഡിൽ ഈസ്റ്റിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തിൽ ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സാന്നിധ്യം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ടെഹ്റാന്റെ പക്ഷം. അറബ് രാജ്യങ്ങളുമായി അമേരിക്ക പുലർത്തുന്ന സൈനിക സഖ്യങ്ങളെ ദുർബലപ്പെടുത്തുക എന്നതും ഇറാന്റെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നാണ്.